ഇക്കാര്യത്തിൽ ഹാരിസ് ചിറക്കൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തെ മുഴുവനായും ചോദ്യമുനയിൽ നിർത്തി എന്നുള്ള ഒരു കാര്യമാണ്. നിലവിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് സർക്കാരിനും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിനും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല. അതാണ് നേരത്തെ പ്രിൻസിപ്പൽ തന്നെ സൂചിപ്പിച്ചത്. മികച്ച ഡോക്ടറാണ്, നന്നായി പെരുമാറുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊരു വിശദീകരണം മാത്രം ചോദിച്ച് നടപടി അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു നിലവിൽ തീരുമാനിച്ചത്. അതിനുശേഷമാണ് വീണ്ടും ഒരു പുതിയ വിവാദം ഇപ്പോൾ ഉയരുന്നത്. അത് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുള്ള സംസാരവും ഒപ്പം തന്നെ ഹാരിസ് ചിറക്കൽ KGM-CTA അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട പോസ്റ്റുമാണ്, ഒരു മെസ്സേജുമാണ്. ആ മെസ്സേജിൽ പറയുന്നത് തന്നെ കൊടുക്കാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തൻ്റെ ഓഫീസിന്റെ താക്കോൽ ഉൾപ്പെടെ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് തുറന്നു. അതിൽ ഒരുപാട് കൃത്യമായ ഫയലുകൾ, അതായത് ഔദ്യോഗികമായ കാര്യങ്ങൾ ഒക്കെയുള്ള ഫയലുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത്. ഇതിൽ പുറത്തു നിന്നാരോ ഒരാൾ ഈ ഓഫീസിലേക്ക് കടന്നിട്ടുണ്ട്. ഉപകരണം നേരത്തെ കാണാതായ ഉപകരണം, നമ്മൾ നേരത്തെയൊക്കെ ആ ഉപകരണം തന്നെയാണ് കണ്ടുകിട്ടിയത്, മോസിലോസ്കോപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബോക്സ് അവിടെയുണ്ട്. 2-ാം തീയതി വാങ്ങിയത് എന്നുള്ളതാണ്, അതായത് ഓഗസ്റ്റ് 2-ന് വാങ്ങിയത് എന്നുള്ളത് ആ ബില്ലുകളാണ് അതിനകത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ ഓഗസ്റ്റ് 2-ന് ആര് വാങ്ങിച്ചു, അതിന് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് കലക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒക്കെ വ്യക്തത വരാനുണ്ട്. അതാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഒരു വ്യക്തതയില്ലാത്തത്. ഇപ്പോഴും പറയുന്നത് ഈ CCTV-യിൽ ഒരാൾ അകത്തേക്ക് കടന്നു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷേ CCTV പൂർണ്ണമായും പരിശോധിക്കണമെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും എന്നുള്ളതാണ്. കുറച്ച് കൂടുതൽ CCTV-കൾ അവിടെ ഉണ്ട്. അത് ഏകദേശം 109 വരുന്ന CCTV ഉണ്ട്. എല്ലാ ഭാഗവും കാണാൻ കഴിയുന്ന നിലയിലാണ് CCTV-കൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പരിശോധന നടത്തണം. അതിൽ വിദഗ്ധർ തങ്ങളല്ല, അത് കൂടുതൽ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. പരിശോധന നടത്തിയാൽ മാത്രമേ ആരാണ് അകത്തേക്ക് കയറി പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുള്ളതാണ്. അപ്പോഴും ഈ കാണാതെ പോയി എന്ന് മന്ത്രി ആരോപിച്ച ആ ഉപകരണം ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഒരുപക്ഷെ മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് 2-ന് വാങ്ങിയ ഈ മോസിലോസ്കോപ്പിന്റെ ബില്ലുകളാണ്, ആ ബോക്സാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അതിലാണ് ഇനി കൂടുതൽ അന്വേഷണം, കൂടുതൽ വ്യക്തത ഒക്കെ വരുത്തേണ്ടത്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഇവരൊക്കെ പറയുന്നത്, മന്ത്രി പറഞ്ഞത് ഒരു ഭാഗത്തിരിക്കുന്നു, ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞത് ഒരു ഭാഗത്തിരിക്കുന്നു, ഹാരിസ് ചിറക്കൽ പറഞ്ഞത് മറ്റൊരു ഭാഗത്തിരിക്കുന്നു. ഹാരിസ് ചിറക്കൽ തന്റെ ആരോപണങ്ങളിൽ ആദ്യം മുതൽ ഉറച്ചു നിൽക്കുകയും ഒപ്പം തന്നെ ഈ അന്വേഷണത്തിലും ഒപ്പം തന്നെ സർക്കാർ നടപടികളിലും ഒക്കെ തൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തത്. പക്ഷേ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഉപകരണം കാണാനില്ല എന്നുള്ള പുതിയൊരു ആരോപണം വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ കുഴങ്ങുന്ന നിലയിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നതനുസരിച്ച് നിലവിൽ കാണാതെ പോയി എന്ന് പറയുന്ന മോസിലോസ്കോപ്പ് അത് നിലവിൽ കാണാതെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പുതിയ മോസിലോസ്കോപ്പാണ്. അത് എങ്ങനെ അവിടെ എത്തി, മറ്റൊരാൾ എന്തിനു വേണ്ടി ഈ ഓഫീസിലേക്ക് കടന്നു ചെന്നു, അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയാണ് ഇനി വ്യക്തത വരേണ്ടത്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പ്രിൻസിപ്പളും ഒപ്പം തന്നെ സൂപ്രണ്ടും വ്യക്തമാക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതു തരത്തിലുള്ള അന്വേഷണം നടത്തണം? നിലവിൽ ഹാരിസ് ചിറക്കൽ അവധിയിലാണ്, നാളെ പ്രവേശിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ് എന്നുള്ളതാണ് രാവിലെയൊക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ വീടുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇതിൽ മുഴുവൻ കുഴങ്ങിക്കിടക്കുന്ന നിലയിലാണ് നിലവിൽ മെഡിക്കൽ കോളേജിലെ ഈ ആരോപണവും അതിനോട് തൊട്ട് പിന്നാലെ ഉണ്ടായ വിവിധ തരത്തിലുള്ള വിവാദങ്ങളും നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സർക്കാരും ഒപ്പം തന്നെ ഇപ്പോൾ നൽകിയത്.